ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് ഷെവർലെറ്റിൻ്റെ സ്പാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലൈൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്ക് പെഡൽ താന്നാണ് പോകുന്നത്. ബ്രേക്ക് പെഡൽ നമ്മൾ ചവിട്ടുന്ന സമയത്ത് ബ്രേക്ക് പെഡൽ താന്നു പോകും. അതാണ് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ്. അതായത് ഷെവർലെറ്റിൻ്റെ സ്പാർക്കാണ് വണ്ടി. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ബാക്കിലെ വീൽ അഴിച്ച് നോക്കി, അവിടെ ലീക്കോ കാര്യങ്ങളോ ഒന്നുമില്ല, അവിടെ പെർഫെക്റ്റ് ആണ്. പക്ഷേ റൈറ്റ് സൈഡിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഈ ബൂട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫ്ലൂയിഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാനായിട്ട് കണ്ടോ, ഫ്ലൂയിഡ് വന്നുകൊണ്ടിരിക്കുകയാണ്. മീൻസ് ഈ സിലിണ്ടർ നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഈ സിലിണ്ടർ നമുക്ക് മാറ്റാനായിട്ട് ഈ ലൈനർ, എനിക്കൊന്ന് ലൈനർ പുതിയതായിട്ട് എവിടെയോ മാറിയിട്ടുള്ളതാണ്. അപ്പോൾ ലൈനർ നമുക്ക് മാറ്റേണ്ട ആവശ്യമില്ല. ലൈനറിന് കറക്റ്റ് ലെങ്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഇതിൻ്റെ സിലിണ്ടർ മാറണം, വീൽ സിലിണ്ടർ മാറേണ്ടതായിട്ടുണ്ട്. വീൽ സിലിണ്ടർ മാറാനായിട്ട് നമുക്ക് ലൈനറോ കാര്യങ്ങളോ ഒന്നും അഴിക്കാതെ തന്നെ നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഈ ബൂട്ട് നമ്മൾ തുറന്നു നോക്കി കഴിയുമ്പോൾ ഫുള്ള് അഴുക്കാണ്, ഫ്ലൂയിഡ് വന്ന് നിറഞ്ഞു വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് പെഡൽ താന്നു പോകുന്നത്. ഇതുവഴി ഫ്ലൂയിഡ് ഇറങ്ങുമ്പോൾ നമ്മൾ ചവിട്ടുന്ന സമയത്ത് പെഡൽ പെതുക്കെ താന്നേ അപ്ലൈ ആവുകയുള്ളൂ. കാരണം ഇതുവഴി പ്രഷർ ലീക്കായിക്കൊണ്ടിരിക്കുകയാണ് ബ്രേക്ക് ഫ്ലൂയിഡ്. അപ്പോൾ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ലീക്കാവുന്ന അവസരത്തിൽ നമ്മൾ പെഡൽ ചവിട്ടുന്ന സമയത്ത് താന്നു പോകും. അതാണ് ഈ വണ്ടിയുടെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്ക് സിലിണ്ടറാണ് മാറേണ്ടത്. ഇതാണ് ഇതിൻ്റെ വീൽ സിലിണ്ടർ പറയുന്നത്. ഈ വീൽ സിലിണ്ടർ നോക്കണം. വീൽ സിലിണ്ടർ മാറേണ്ട ലൈനർ കാര്യങ്ങളൊന്നും നമുക്ക് അഴിച്ചെടുക്കേണ്ട. ഓൾറെഡി ഇതിൻ്റെ ലൈനർ പുതിയ ലൈനറാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് അഡ്ജസ്റ്റ് സ്റ്റക്ക് ഉണ്ടോയെന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും നമുക്ക് വീൽ സിലിണ്ടറാണ് ഇതിൻ്റെ മാറേണ്ടത്. അപ്പോൾ വീൽ സിലിണ്ടർ മാറാനായിട്ട് ഇതിൻ്റെ ബാക്കിൽ ഇതിൻ്റെ നിപ്പിളിൻ്റെ എയർ എടുക്കുന്ന നിപ്പിളിൻ്റെ ബൂട്ടാണ് വരുന്നത്. ഈ പൈപ്പ് അഴിച്ചു വിടുക. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ഒരു ബോൾട്ട് ഉണ്ട്. ഈ ബോൾട്ടും അഴിച്ചെടുക്കുക. ഈ ബോൾട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സിലിണ്ടർ ഫ്രണ്ടിലോട്ട് നമുക്ക് നീക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ബോൾട്ട് രണ്ടും അഴിച്ചെടുക്കാം. ഒന്ന് പൈപ്പിൻ്റെ ബോൾട്ട്, ഒന്ന് സിലിണ്ടർ ഫിറ്റ് ചെയ്യുന്ന ഒരു ബോൾട്ട്. ഓക്കെ, പൈപ്പിൻ്റെ കണക്ഷൻ അഴിച്ചു വിടുക, സിലിണ്ടറിൻ്റെ ഒരു ബോൾട്ട് അഴിച്ചെടുക്കുക. ഒരു ബോൾട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ സിലിണ്ടർ നമുക്ക് ഫ്രണ്ടിലോട്ട് നീക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഫ്രണ്ടിലോട്ട് നീക്കിയെടുക്കുക. അഴിച്ചെടുത്തിട്ട് ഫ്രണ്ടിലോട്ട് നമുക്ക് സിലിണ്ടറിൻ്റെ ഈ 10 അഴിച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ വരുന്നത് 10ൻ്റെ ബോൾട്ടാണ് വരുന്നത്. 10ൻ്റെ ബോൾട്ട് നമ്മൾ അഴിച്ചെടുത്തു. അതുപോലെ തന്നെ ഈ പൈപ്പും വരുന്നത് 10ൻ്റെ ബോൾട്ടിൻ്റെ അതേ ത്രെഡ് തന്നെ. ഈ പൈപ്പ് അഴിച്ച് എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതേമാതിരിയുള്ള ലോക്ക് ടൂൾ ഉപയോഗിച്ച് തന്നെ അഴിച്ചെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഇത് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പാടായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്പെഷ്യൽ ടൂൾസ് വെച്ച് തന്നെ നമ്മൾ 10ൻ്റെ അഴിച്ചെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് സ്ലിപ്പായി കഴിഞ്ഞാൽ പിന്നെ അഴിച്ചെടുക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഇവിടെ വരുന്നത് ഒരു 10ൻ്റെ ബോൾട്ടാണ് വരുന്നത്. ഇനി നമുക്ക് സിലിണ്ടർ ഫ്രണ്ടിലോട്ട് അഴിച്ചെടുക്കാം. ഓക്കെ, ഇങ്ങനെയാണ് സിലിണ്ടർ നമ്മൾ അഴിച്ചെടുക്കുന്നത്. ഓക്കെ, ഈ സിലിണ്ടർ ഓൾറെഡി നമ്മൾ കണ്ടതാണ് പോയത്. ഫുള്ള് ലീക്കായിട്ടിരിക്കുന്ന അവസ്ഥ നമ്മൾ കണ്ടതാണ്. അപ്പോൾ എന്തായാലും നമുക്ക് സിലിണ്ടർ മാറേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പേ ഇവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇത് നമ്മൾ ബ്രേക്ക് അഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് സ്റ്റക്ക് ഉണ്ടോ എന്ന് നോക്കുക. സ്റ്റക്ക് ഉണ്ടെങ്കിൽ അത് അഴിച്ചിട്ട് ക്ലീൻ ചെയ്തിടുക. നമ്മളിപ്പോൾ ഇത് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ആ ഡിസ്ട്രിബ്യൂട്ടിൻ്റെ കവർ നമ്മൾ ആ പൈപ്പിൽ ഇട്ടതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് പെട്രോൾ ഉപയോഗിച്ചാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിനുള്ളിലോട്ട് പെട്രോൾ ആയാലും എന്ത് ലിക്വിഡ് ആയാലും അതിനുള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ബൂട്ട് ഇട്ട് വെച്ചത്. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ക്ലീൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് തന്നെ പക്കയായിട്ട് തന്നെ ഫുള്ള് ക്ലീൻ ചെയ്യുക. നമ്മൾ അഡ്ജസ്റ്റർ നോക്കുക. അഡ്ജസ്റ്റിന് വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ ലൈനർ വേറുള്ള വണ്ടിയെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ സ്പ്രിംഗ് ഒക്കെ ഇടുന്നതിനൊരു വേറെ പൊസിഷനാണ് വരുന്നത്. ഈ സ്പ്രിംഗ് ഈ ലിവറിലോട്ടാണ് കയറിപ്പോകുന്നത്. ഇതിൻ്റെ അഡ്ജസ്റ്റ് വരുന്നത് ഇതാണ്. ഇതിൻ്റെ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റിൻ്റെ ഒരു സ്പ്രിങ് നേരെ ഇവിടെയാണ് ലോക്കായി നിൽക്കുന്നത്. ഈ വലിയ സ്പ്രിങ് വരുന്നത് താഴെ ആണ് ലോക്കായി നിൽക്കുന്നത്. 2 എൻഡുള്ള സ്പ്രിങ് വരുന്നത് താഴെയാണ് ലോക്കായിട്ട് നിൽക്കുന്നത്. അതുപോലെ തന്നെ ഈ ലോക്ക് സാധാ വണ്ടിയുടെ പോലെ തന്നെ ലോക്കാണ്. ഈ ഒരു സ്പ്രിങ്ങിന് മാത്രമേ ഉള്ളൂ ഡിഫറൻസ് വരുന്നത്. ഈ ലിവറിലാണ് ഈ സ്പ്രിങ് കയറ്റിയിടുന്നത്. ഓക്കെ, ഈ ലിവർ ഇതിൽ അറ്റാച്ച് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് സിലിണ്ടറാണ് കയറ്റിയുണ്ട്. അപ്പോൾ സിലിണ്ടർ കയറ്റാനായിട്ട് ഇതാണ് ഇതിൻ്റെ പുതിയ സിലിണ്ടർ. ഒരു ബോൾട്ടാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോൾട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുക. അതിനുശേഷം ഇത് ജസ്റ്റ് പ്രസ് ചെയ്യുക. ജസ്റ്റ് സിലിണ്ടറിനെ 2 പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തന്നെ ഇതിനുള്ളിലായിട്ട് കയറിപ്പോകും. അപ്പോൾ പൈപ്പിൻ്റെ ഹോളും കറക്റ്റാക്കി വെക്കുക. കറക്റ്റായിട്ട് വെച്ചിട്ട് ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിലായിട്ട് കറക്റ്റായിട്ട് കയറിപ്പോകും. അപ്പോൾ എന്തായാലും നമുക്കിത് ഫിറ്റ് ചെയ്യാം. ഇതിൻ്റെ സിലിണ്ടർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഡ്രം അഴിക്കുന്ന അവസരത്തിൽ
മണ്ണും പൊടിയും കറക്റ്റ് അഴുക്കും കാര്യങ്ങളൊക്കെ ഇതിനുള്ളിലുണ്ടെങ്കിൽ പക്കയായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പൊടി ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നേരെ ലൈനറിൻ്റെ അവിടെ പൊടി വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് സ്ലിപ്പാകാനൊക്കെ ഉള്ള അവസ്ഥകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ബോൾട്ട് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ടൂൾ ഉപയോഗിച്ച് തന്നെ പൈപ്പ് ടൈറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പത്ത് ഓവർടൈറ്റ് ചെയ്ത് പൊട്ടിക്കാണ്ടിരിക്കുക. ഫുള്ള് ഓവർടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 10ൻ്റെ ബോൾട്ട് പൊട്ടാനുള്ള ചാൻസ് ഉണ്ട്. കാരണം വേറെ വണ്ടികൾക്കൊക്കെ വരുന്ന സിലിണ്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ വണ്ടികൾക്കൊക്കെ സിലിണ്ടറിന് 2 ബോൾട്ടാണ് വരുന്നത്. ഒന്ന് ഈ ഒരു സൈഡിൽ വരും, ഒന്ന് ഈ ഒരു സൈഡിൽ വരും. അല്ലെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ 2 ബോൾട്ടാണ് വരുന്നത്. പക്ഷേ ഈ വണ്ടിയെ സംബന്ധിച്ചോളം, ഷവർലെ സ്പാർക്കിനെ സംബന്ധിച്ചോളം ഒറ്റ ബോൾട്ടിലാണ് ഈ സിലിണ്ടർ ഫിറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഈ പൈപ്പിൻ്റെ കണക്ഷനും മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതുവഴിയാണ് എയർ എടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഇതിനകത്ത് ഫ്ലൂഡോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക് ബ്ലീഡ് ചെയ്ത് എയർ എടുക്കേണ്ടതായിട്ടുണ്ട്. എയർ എടുക്കുന്നത് ഈ ഒരു നിപ്പിൾ വഴിയാണ് എയർ എടുക്കുന്നത്. അപ്പോൾ ഇത് എയർ എടുത്ത് കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ ഈ ഡസ്റ്റ് ബൂട്ട് ഇടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനുള്ളിൽ മണ്ണും പൊടിയൊക്കെ കയറി ചെളിയൊക്കെ കയറാനുള്ള ചാൻസ് ഉണ്ട്. ചെളി കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എയർ എടുക്കുമ്പോൾ ഇതുവഴി ഫ്ലൂഡ് വരാത്ത ഒരു അവസ്ഥ വരും. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ എയർ എടുത്തതിന് ശേഷം കറക്റ്റായിട്ട് തന്നെ ബൂട്ട് കറക്റ്റായിട്ട് തന്നെ ഇടുക. അപ്പോൾ അതുപോലെ തന്നെ ലൈനറിൻ്റെ ഭാഗത്ത് ഓയിലിൻ്റെ അംശം ഉണ്ടെങ്കിൽ എമരി പേപ്പർ ഇട്ടിട്ട് കറക്റ്റായിട്ട് തന്നെ അത് ക്ലീൻ ചെയ്ത് എടുക്കുക. ഈ സൈഡും അതുപോലെ തന്നെ കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. ഉള്ളിൽ ഡസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലീൻ ചെയ്ത് കളയുക. അപ്പോൾ നമ്മൾ കണ്ടതാണ് പഴയ സിലിണ്ടർ. ഇതാണ് ഇതിൻ്റെ പഴയ സിലിണ്ടർ വരുന്നത്. അപ്പോൾ ഈ സിലിണ്ടർ എന്തുകൊണ്ടാണ് ഇത് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ പിസ്റ്റൺ വരുന്നത്. ഇതിനുള്ളിലാണ് ഇതിൻ്റെ വാഷർ വരുന്നത്. ഇതിൻ്റെ പഴയ സിലിണ്ടർ നമ്മൾ ഇപ്പോൾ പിസ്റ്റൺ 2 സൈഡിൽ നമ്മൾ ഊരിയെടുത്തു. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിസ്റ്റൺ വരുന്നത്. ഒരു എൻഡിൽ വരുന്ന പിസ്റ്റൺ ഈ സൈഡിൽ വരുന്നു, ഈ എൻഡിൽ വരുന്ന പിസ്റ്റൺ ഈ സൈഡിൽ വരുന്നു. അപ്പോൾ സാധാരണ വണ്ടികൾക്കൊക്കെ എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൺ ഒരു ശകലം കൂടെ ഹൈറ്റ് വന്നിട്ട് ഇതിനുള്ളിലാണ് ഇതിൻ്റെ വാഷർ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം പഴയ മോഡൽ വണ്ടികളിൽ വരുന്ന പോലെ കപ്പാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ റബ്ബറിൻ്റെ കപ്പ് സീല് വരുന്നത്, കിറ്റായിട്ട് വരുന്നത്. അതിനുള്ളിലൊരു സ്പ്രിങ് വരുന്നുണ്ട്. ഈ കപ്പ് കയറി കിടക്കാനായിട്ട് ഒരു ഗ്രൂവും വരുന്നുണ്ട്. അപ്പോൾ ഇത് ലീക്ക് ആവാനുള്ള കാരണം കുറേ നാൾ ഫ്ലൂഡ് മാറാതെ വരുമ്പോൾ ഈ സിലിണ്ടറിനകത്ത് ജസ്റ്റ് പാട് വരുന്ന സമയത്ത് ഇത് വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സീലിന് ഡാമേജ് ആവും. ഈ 2 സൈഡിലെ സീലിന് ഡാമേജ് ആയി കഴിയുമ്പോൾ ഇതുവഴി ഇതിൻ്റെ പുറത്ത് കൂടി കഴിയും ഫ്ലൂഡ് ലീക്കായിട്ട് ഈ ബൂട്ടിനകത്ത് വന്ന് നിറയും. ബൂട്ട് നിറഞ്ഞ് കുറേ കഴിയുമ്പോഴത്തേക്ക് ഇതിന് വെളിയിൽ വരും. അല്ലാതെ ഒരു കേസിൽ വരുന്നത് കുറേ കാലം വർക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഈ വാഷർ ഒതുങ്ങി കൊടുക്കാൻ തുടങ്ങും. ഈ വാഷറിൻ്റെ ക്വാളിറ്റി പോയിട്ട് ഇത് ഒതുങ്ങും, തേയ്മാനം സംഭവിക്കുമ്പോൾ ഇതിനുള്ളിൽ കൂടെ ഫ്ലൂഡ്, കാരണം പുറത്തോട്ട് വിടാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഫ്ലൂഡ് വർക്ക് ചെയ്യുമ്പോൾ ഇത് കറക്റ്റായിട്ട് ഇതുപോലെ ബൾജായിട്ട് നിൽക്കണം. എന്നാൽ മാത്രമേ ഇതിനുള്ളിൽ കൂടെ ഫ്ലൂഡ് വെളിയിലോട്ട് വരാതിരിക്കത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ക്വാളിറ്റി പോകുന്ന സമയത്തേക്ക് ഇതുവഴി ഫ്ലൂഡ് വെളിയിലോട്ട് വരാൻ തുടങ്ങും. അങ്ങനെ 2 കേസിലാണ് ഇത് ലീക്ക് ആവുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പിസ്റ്റൺ വരുന്നത്. 2 സൈഡിൽ 2 പിസ്റ്റൺ വരുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ വാഷർ വരുന്നത്. 2 മെയിൻ വാഷർ വരുന്നു. ഇതാണ് ഫ്ലൂഡിനെ വെളിയിലോട്ട് ലീക്ക് ആവാതെ സൂക്ഷിക്കുന്ന സീല് വരുന്നത്. ഇത് റബ്ബറിൻ്റെ സീലാണ് വരുന്നത്. അപ്പോൾ ഈ കേസിൽ ഇത് നമുക്ക് സിലിണ്ടർ മാറണം. ഇതിൻ്റെ കിറ്റൊന്നും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടത്തില്ല. അപ്പോൾ അസംബ്ലി ആയിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ അസംബ്ലി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ 2 പിസ്റ്റണ് ഇതിനുള്ളിൽ വരുന്നത്, 2 പിസ്റ്റൺ വരുന്നുണ്ട്. ഒരു ഔട്ടറിൽ 2 ബൂട്ട് വരുന്നുണ്ട്. ഇതിനുള്ളിൽ ഒരു സ്പ്രിങ് വരുന്നുണ്ട്. 2 വാഷറും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ പുതിയ സിലിണ്ടർ മാറിയിട്ടുണ്ട്, ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എയറും കാര്യങ്ങളൊക്കെ എടുക്കണം. അതുപോലെ തന്നെ ഡ്രമ്മ് കയറ്റേണ്ടതായിട്ടുണ്ട്. ഡ്രമ്മ് കയറ്റിയിട്ട് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യുക, പോയ ഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീസ് ചെയ്യുക, ഡ്രമ്മ് കയറ്റുക. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇതിലാണ്. ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഇത് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്ററാണ് ഇത് വരുന്നത്. നമ്മൾ എയർ എടുക്കുന്നതിന് നമ്മളിപ്പോൾ വീൽ സിലിണ്ടർ മാറിയിട്ട് എയർ എടുക്കുന്നതിനായിട്ട് മുന്നേ ആയിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ എയർ എടുക്കാനായിട്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇത് പോയ ഫ്ലൂയിഡാണ്, പഴയ ഫ്ലൂയിഡാണ് എന്നുണ്ടെങ്കിൽ, നല്ലപോലെ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലൂയിഡ് മാറ്റേണ്ടതായിട്ടും ഉണ്ട്. അപ്പോൾ എയർ എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ കറക്റ്റായിട്ട് ലെവൽ ഒഴിക്കുക. ഫ്ലൂയിഡ് മാറേണ്ടതാണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ മാറി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെയും വീൽ സിലിണ്ടർ ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. കറക്റ്റായിട്ട് തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറുന്ന സമയത്ത് തന്നെ കറക്റ്റായിട്ട് തന്നെ ബ്രേക്ക് ഫ്ലൂയിഡ് മാറി വിടുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിനകത്തൊരു കരി പോലെ വന്നിട്ട് സിലിണ്ടർ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഈ സിലിണ്ടർ ഡാമേജ് ആവാൻ, ഈ വാഷർ ഡാമേജ് ആവാനൊക്കെയുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ബ്രേക്ക് ഫ്ലൂയിഡ് കറക്റ്റ് മാറുന്ന സമയത്ത് തന്നെ മാറി വിടുക. അപ്പോൾ എയർ എടുക്കുമ്പോൾ കറക്റ്റായിട്ട് തന്നെ ഫ്ലൂയിഡ് ഫില്ല് ചെയ്യുക. ബ്രേക്ക് ഫ്ലൂയിഡ് നമ്മൾ കറക്റ്റ് സർവീസിൽ തന്നെ മാറേണ്ട സമയത്ത് തന്നെ കറക്റ്റായിട്ട് മാറുകയില്ലെന്നുണ്ടെങ്കിൽ സിലിണ്ടറും മാസ്റ്റർ സിലിണ്ടർ ഇതൊക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്.
അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത് സിലിണ്ടറിൻ്റെ സിലിണ്ടർ നമ്മൾ എങ്ങനെയാണ് മാറുന്നത്, വീൽ സിലിണ്ടർ നമ്മൾ ബാക്കിലെ വീൽ സിലിണ്ടർ എങ്ങനെയാണ് മാറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷെവർലെറ്റിൻ്റെ സ്പാർക്കാണ്. ബ്രേക്ക് ചവിട്ടുന്ന സമയത്ത് പെഡൽ താന്നു പോയിട്ടാണ് അപ്ലൈ ആവുന്നത്. താന്നു പോകാനുള്ള കാരണം ഈ സൈഡ്, ആ സൈഡ് കുഴപ്പമില്ല, ഈ സൈഡിൽ കൂടെ ഫ്ലൂയിഡ് ലീക്കായിട്ട് ആ പ്രഷർ നമ്മൾ ചവിട്ടുമ്പോൾ ഉള്ള പ്രഷർ ഫ്ലൂയിഡ് ലീക്കായിട്ട് വെളിയിലോട്ട് പോവുകയാണ്. വെളിയിലോട്ട് പോകുമ്പോൾ കറക്റ്റായിട്ട് ലൈനർ അപ്ലൈ ആവാതെ ബ്രേക്ക് കിട്ടാത്ത ഒരു അവസ്ഥയും വരും, പെഡലിൽ താന്നു പോകുന്ന ഒരു അവസ്ഥയും വരും. അപ്പോൾ ഇത് ഷെവർലെറ്റിൻ്റെ സ്പാർക്കാണ്. ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കിയത് വീൽ സിലിണ്ടർ എങ്ങനെ മാറാം എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.